കൊല്ലത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് കണ്ണിന് പരിക്കേറ്റത് ബി.ജെ.പി. പ്രവർത്തകന്റെ കൈകൊണ്ട്. പക്ഷേ പഴി CPIM-നാണ്. പോലീസ് അന്വേഷണത്തിൽ പ്രതി ബി.ജെ.പി.കാരനാണെന്ന് തെളിഞ്ഞതോടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും ബി.ജെ.പി. നേതൃത്വവും നാണം കെട്ടു. ദേശീയ തലത്തിൽ പോലും ബി.ജെ.പി. സാമൂഹിക മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തെ പ്രതികൂട്ടിൽ നിർത്തിയ സംഭവത്തിലാണ് ബി.ജെ.പിക്ക് മുഖത്തടിയേറ്റത്. ഈ കൂട്ടത്തിനകത്ത് ഒരു തിക്കും തിരക്ക് ഉണ്ടാക്കിയതായിട്ടും പെട്ടെന്ന് കണ്ണിലോട്ട് എന്തോ ഒരു സാധനം കുത്തി. അപ്പോൾ അത് ഞാൻ ആദ്യം അറിയാതെ കുത്തിയതാണെന്നാണ് സംഭവിച്ചത്. പിന്നീട് എനിക്ക് അവിടെ പലരും എന്ന് പറഞ്ഞാൽ ആ തിക്കും തിരക്ക് ഉണ്ടാക്കിയതാണ്, ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതുപോലെ തോന്നുന്നു. പാർട്ടിയുടെ ആൾക്കാർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് നാളെ രാവിലെ തന്നെ പരാതി കൊടുക്കണം, ഇതിനൊരു അന്വേഷണം നടത്തണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് പ്രകാരം നീങ്ങുന്നു. ഈ പ്രചരണം സംഭവം നടന്നതിൻ്റെ പിറ്റേന്നത്തെ പ്രതികരണം. ശനിയാഴ്ച വൈകിട്ട് കുണ്ടറ മുളവന ചന്തയിൽ സ്വീകരണത്തിനിടെയായിരുന്നു BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിൻ്റെ കണ്ണിന് പരിക്കേറ്റത്. പ്രവർത്തകരുടെ തിരക്കിനിടെ എന്തോ സ്ഥാനാർത്ഥിയുടെ കണ്ണിൽ തട്ടിയെന്ന് BJP നേതൃത്വം ആദ്യം പറഞ്ഞു. പിന്നീട് CPM പ്രവർത്തകരായിരുന്നു ആക്രമിച്ചതെന്ന് പരാതിയുമായി സ്ഥാനാർത്ഥി തന്നെ കുണ്ടറ പോലീസിനെ സമീപിച്ചു. ഇവിടം കൊണ്ട് തീരുന്നില്ല. BJP കൊല്ലം ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാറും ഈ ആരോപണം ആവർത്തിച്ചു. പരിപാടിക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ കണ്ണിന് പറ്റിയ അപകടം ഇന്നലെ ഇത് സംബന്ധിച്ച് കുണ്ടറ സ്റ്റേഷനിൽ നേരിട്ട് പാർട്ടിയും അദ്ദേഹവും പരാതി കൊടുത്തിട്ടുണ്ട്. വളരെ യാദൃച്ഛികമായി തുടക്കത്തിൽ അദ്ദേഹം കരുതിയത് ഇത് യാദൃച്ഛികമായി ഉണ്ടായ ഒരു സംഭവമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സംശയിക്കുന്നത് വളരെ ആസൂത്രിതമായി രാഷ്ട്രീയ എതിരാളികൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് എന്ന് ഇപ്പോൾ കരുതുന്നത് കൊണ്ടാണ് ഇന്നലെ രാവിലെ തന്നെ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ കണ്ണിനേറ്റ പരിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹവും പാർട്ടിയും പരാതി നൽകിയിട്ടുള്ളത്. ഒടുവിൽ പ്രതിയെ പോലീസ് കണ്ടെത്തി. കൃഷ്ണകുമാറിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച പ്രതി കുണ്ടറ മുളവന കഠിനാംബോയിക ജിത്തു ഭവനിൽ ചെല്ലപ്പൻ മകൻ 50 വയസ്സുള്ള BJP കുണ്ടറ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി കൂടിയായ സനൽ പുത്തമ്പിളയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവ സമയത്ത് അടുത്തുണ്ടായിരുന്ന സനലിന്റെ കയ്യിലെ സ്കൂട്ടറിന്റെ താക്കോൽ തട്ടിയാണ് കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേറ്റത്. ഇതൊക്കെ അറിയാമായിരുന്ന കൃഷ്ണകുമാർ പക്ഷേ CPIM-നെ പഴിചാരുകയായിരുന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.